എങ്കിൽ ഹലോ ഇപ്പൊ പേടിക്കാത്ത ഞാൻ പേടിക്കേണ്ടാത്ത ഒരാളുണ്ടെങ്കിൽ ലാലേട്ടനായിരിക്കും. കാരണം ലാലേട്ടൻ അങ്ങനെ ഒരു അപാരമായിട്ടുള്ള ഒരു മനുഷ്യനില്ലേ ആസ് എ പേഴ്സൺ. ലാലേട്ടനല്ല ഉദ്ദേശിച്ചത്, ഫാൻസിനെ. ലാലേട്ടൻ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ പ്രസ്ഥാനം കിടക്കുന്നുണ്ട്. അല്ല, അത് പ്രസ്ഥാനം കടന്നു കഴിഞ്ഞാലും ഈ ട്രൂ ഫാൻസിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കുന്നത്. കാരണം ഞാൻ തന്നെ ലാലേട്ടന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുത്ത് കത്തിക്കാറുണ്ട്. കാരണം കാരണം ഞാൻ ട്രൂ ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ നീ പല സിനിമകളെ കുറിച്ച് റിവ്യൂ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നീ പറയുന്ന ഒരു മെയിൻ ഡയലോഗ്, അത് മെയിനായിട്ട് നീ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ തിയേറ്ററിൽ ഇരുന്ന് പോയി കണ്ടപ്പോൾ എല്ലാവരും ചിരിക്കുന്നു, എനിക്ക് ചിരി വന്നില്ല. എന്ത് കോമഡി അത്? ഇങ്ങനെയാണോ കോമഡി ചെയ്യുക? അയ്യേ എടാ, നിനക്ക് ചിരി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിന്റെ പ്രശ്നമാണ്. ബഹുഭൂരിപക്ഷ ആൾക്കാരും ആ സിനിമ കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ആ കോമഡി ഇഷ്ടമായിട്ടാണ്. നിന്നെ ഒരാളെ പിന്നെ രസിപ്പിക്കാനും നിന്നെ ഒരാളെ എൻ്റർടൈൻ ചെയ്യിക്കാനും വേണ്ടി മാത്രം സിനിമ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിന് അർത്ഥം എന്താണ്? നീ മനസ്സിലാക്കണം. നിനക്ക് ബുദ്ധി ഉണ്ടോ? ബുദ്ധി ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം എന്താണെന്നറിയോ? അത്രയും ആൾക്കാർ തല കൊത്തി നിന്ന് ചിരിക്കുമ്പോൾ നിനക്ക് മാത്രം ചിരിക്കാൻ പറ്റുന്നില്ലാണെങ്കിൽ പ്രശ്നക്കാരൻ നീയാണ്. നിനക്കിരുന്ന് ആസ്വദിക്കാനുള്ള ശേഷിയില്ലടേ, നിനക്കിരുന്ന് ആസ്വദിക്കാനുള്ള ബുദ്ധിയില്ല. ബുദ്ധിയോ വിവേകമോ ഒന്നുമില്ല. നീ ഒരു പൊട്ടനാണ്. ഒരു സിനിമ കണ്ടിട്ട് അത് ആസ്വദിക്കാൻ പറ്റാതെ ചിരിക്കാൻ പറ്റാതെ മറ്റുള്ളവർ ചിരിക്കുന്നുണ്ട്, ഞാൻ ചിരിച്ചില്ലേ, അയ്യേ ഇതെന്ത് കോമഡിയാന്ന് പറഞ്ഞ് റിവ്യൂ ഇടുന്ന നീക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു സിനിമയെ കുറിച്ച് റിവ്യൂ നീ ഇടുന്നത്? എന്താണ് നിന്റെ അടിസ്ഥാനം? എന്താണ് റിവ്യൂ ഇടുന്നത്? ബഹുഭൂരിപക്ഷം ആൾക്കാർ ചിരിക്കുന്നു, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, സിനിമ വളരെ മോശം. ഏതാണ് നീയൊക്കെ വന്ന് റിവ്യൂ പറയുന്നത്? ഒന്നാമതെന്നൊക്കെ പറഞ്ഞാൽ നീ ഒരു വേറെ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരാളെന്ന് തോന്നുന്നുണ്ട്. കാരണം നിനക്കെല്ലാവരും പുച്ഛം, പരമപുച്ഛം. നീ പറയുന്നത് മാത്രം ശരി. ഞാനിപ്പോൾ എന്താ പറയുക, ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, നിനക്കെന്താ വയ്യേ? പഴയൊരു പ്രസരിപ്പൊന്നും ഇല്ലല്ലോ നിന്റെ മുഖത്ത്. ഭയങ്കര എന്താ പറയുക, ഒരു വയ്യായി കണ്ടല്ലോ നിനക്ക്. എന്ത് പറ്റി? ഞാൻ പറഞ്ഞല്ലോ, നീ ഒന്ന് സിനിമ കണ്ട് വിലയിരുത്താൻ നിൽക്കലേ. നിനക്കൊരു സിനിമ കണ്ട് ആസ്വദിച്ച് അതിൽ തമാശ എന്താണെന്നോ, അതിലൊരു നിനക്ക് ഈ ഫാമിലി അറ്റാച്ച്മെൻ്റ് ഉള്ള സിനിമകൾ, തമാശ സിനിമകളൊന്നും നിനക്ക് വേഗം ഇഷ്ടപോലെ. കാരണം നീ പറയുന്ന വെച്ചാൽ എനിക്ക് ഇമോഷണലി എനിക്ക് പറ്റില്ല, ഇമോഷണലി ഇങ്ങനെയൊക്കെ നീ സംസാരിക്കല്ലേ, ഒരു പുച്ഛാണ് നിനക്ക്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർ പോയി കണ്ട് ആസ്വദിക്കട്ടെ. നീ ഒരു സിനിമ കണ്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ നീ റിവ്യൂ ഇടും, ആ സിനിമ മോശം എന്നും വേണ്ട. നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിന്നെ രസിപ്പിക്കുന്ന, നിനക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് സിനിമകളുണ്ട്. അത് നീ കണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ഏത് ലാലേട്ടൻ്റെ സിനിമകളെയും മമ്മൂക്കാൻ്റെ സിനിമകളെയും ദിലീപേട്ടൻ്റെ സിനിമകളെയും എല്ലാവരുടെ സിനിമകളും നിനക്ക് പൊച്ചാണ്. നീ പറഞ്ഞു ഞാൻ ചില സിനിമകൾ തുടരും പോലത്തെ സിനിമകളൊക്കെ ഞാൻ നല്ല റിവ്യൂ പറഞ്ഞില്ലേന്ന്. പിന്നെ നീ നല്ല റിവ്യൂ പറഞ്ഞുകൊണ്ടാണല്ലോ സിനിമ ഹിറ്റായത്. നീ റിവ്യൂ പറഞ്ഞിട്ടില്ലാണ്ടെങ്കിലും എന്താ പറയുക, റിവ്യൂ പറയാതിരിക്കുന്നതായിരിക്കും നന്നാവുക. നീ റിവ്യൂ പറഞ്ഞിട്ടില്ലെങ്കിലാണ് സിനിമ ഹിറ്റാവുക. നീ ആ മറ്റേ ലാലേട്ടൻ്റെ തെലുങ്ക് സിനിമ ഉണ്ടല്ലോ, എന്താണ് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമക്കൊക്കെ നീ വന്നിട്ട് ഫാൻസ്, നീ ലാലേട്ടനെ കുറിച്ചൊന്നും പറയില്ലെന്നും പറയല്ലേ. ആ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമൻ്റെ നീ ലാലേട്ടൻ്റെ ഫാൻസി ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് ഇരുന്നിട്ട് നീ ലാലേട്ടനാണ് നീ കളിയാക്കി സംസാരിച്ചത്.